വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ആക്ച്വലി ഇത് 4ാമത്തെ എപ്പിസോഡാണ്. അപ്പം നിങ്ങൾക്ക് പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും, സാർ അപ്പോൾ ബാക്കി 3 എപ്പിസോഡ് എവിടെ എന്ന് പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഓണം എക്സാമിൻ്റെ മുമ്പായിട്ടാണോ, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ മുമ്പായിട്ടാണോ, അല്ലെങ്കിൽ മോഡൽ എക്സാമിൻ്റെ മുമ്പായിട്ടാണോ, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൻ്റെ മുമ്പായിട്ടാണോ, ഇതിലേത് എക്സാമിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വീഡിയോസാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 4 വീഡിയോസിൽ 3 വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. മക്കളെ, ഇത് ഞാൻ ഓണം എക്സാമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തതെങ്കിൽ പോലും ഈ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ വർഷം 2024, 2025 എന്നിപ്പോൾ വർഷങ്ങളിലൊക്കെ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വീഡിയോ തന്നെയാണ്. സോ ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുക. മക്കളെ, ഏറ്റവും ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്ത 15 മിനിറ്റ് അല്ലെങ്കിൽ 14 മിനിറ്റുള്ള വീഡിയോക്ക് 13 മിനിറ്റുള്ള വീഡിയോക്ക് ഏകദേശം 10 ദിവസം കൊണ്ട് തന്നെ ഇത്രയും വ്യൂസുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ വ്യൂസിൻ്റെ എണ്ണം പറയാൻ വേണ്ടിയില്ല, അത്രയധികം കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട്. അതിൻ്റെ കമൻസുകളൊക്കെ അടിപൊളിയാണ്. സോ നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആ കമൻസുകൾ ഈ വീഡിയോക്ക് അടിയിലും വേണം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാമത്തെ ചാപ്റ്ററിൽ പ്രൂവ് ചെയ്യാൻ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 1ാമത്തെ ചാപ്റ്ററിലും പ്രൂവ് ചെയ്യാനുള്ള ചോദ്യങ്ങളുണ്ടോ? മക്കളെ, 1ാമത്തെ ചാപ്റ്ററിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരെ പ്രൂവ് ചെയ്യാൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. സോ വീഡിയോ മുഴുവനും കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതൊരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്, ബാക്കി നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. സോ വിഷ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ അതേപോലെ തന്നെ സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ച്, പുതിയ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. സോ ഹിയർ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം വായിച്ചേ. നിങ്ങളുടെ 1ാമത്തെ ചാപ്റ്ററിന് പ്രൂവ് ചെയ്യാനുള്ള ചോദ്യം ചോദിക്കുന്നത് 3ാമത്തെ ചോദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ 2ാമത്തെ ചോദ്യം. അതായത് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ തരും, അതിന് ശേഷമായിരിക്കും നിങ്ങളോട് പ്രൂവ് ചെയ്യാനുള്ള ചോദ്യം ഉണ്ടാവുക. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു പക്ഷേ കാണാത്ത മോഡലായിരിക്കും, A+ ടൈപ്പാണ്, അതുകൊണ്ട് മിസ്സാക്കണ്ട. ഓക്കെ. ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് n² + 2n. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം തന്നു. തുക സമ്മിൻ്റെതാണ് തന്നതെങ്കിൽ, നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് തന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അതിൻ്റെ d എന്ന് പറഞ്ഞാൽ n-ൻ്റെ കൂടെയുള്ള നമ്പറാണ്. പക്ഷേ ഇവിടെ ശ്രേണിയുടെ അഥവാ സീക്വൻസിൻ്റെതല്ല തന്നത്, പകരം അതിൻ്റെ തുകയുടേതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എന്ന് ചോദിച്ചാൽ ഒരു പണിയുമില്ല. 1ാമത്തെ പദം എന്ന് പറയുന്നതും ആദ്യത്തെ ഒരു പദങ്ങളുടെ തുക എന്ന് പറഞ്ഞത് സെയിം ആണ്. അപ്പോൾ S1 കണ്ടാൽ മതി, അതായത് 1² + 2 × 1. n-ന് 1 കൊടുക്കുക. ഈ ട്രിക്ക് വേണമെങ്കിൽ ഇവിടെ 1 ഉണ്ട്, ആ n² ഒക്കെ ഒഴിവാക്കുക. 1 + 2 3. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓക്കെ, ഇതാണ് 1ാമത്തെ പദം അഥവാ F എന്ന് പറയുന്നത്. S2 കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും 2ാമത്തെ പദം അല്ല കിട്ടുക. S2 കണ്ടാൽ നിങ്ങൾക്ക് 1ാം പദവും 2ാം പദവും കൂട്ടിയതാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ശൈലത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെന്ന് പറയണം കേട്ടോ. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതു വ്യത്യാസം എത്രയാണ്? മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിൽ, തുകയുടേതാണ് ഇത് വരുന്നതെങ്കിൽ, ആ n² കൂടെയുള്ള നമ്പർ എടുക്കുക. അതിൻ്റെ ഇരട്ടി ആയിരിക്കും കോമൺ ഡിഫറൻസ് ഉണ്ടാവുക എപ്പോഴും. ഓക്കെ, എൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്പിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എക്സാമിൽ ഇത്ര എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ക്ലിയർ ആണല്ലോ. 3ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്? ഇതിൻ്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? ഒരു പണിയുമില്ല. ഇനി നിങ്ങൾ n/2 × x1 + xn x20 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പല ആളുകളും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാൻ വിചാരിച്ചത്. x1 ഒക്കെ കണ്ടുപിടിച്ച് ഓൾറെഡി തന്നിട്ടുണ്ട്, x20 കണ്ടുപിടിച്ച്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് തുകയുടെ ബീജഗണിത രീതി ഇവിടെ തന്നിട്ടുണ്ട്, സമ്മിൻ്റെ. ഇപ്പോൾ ഒരു പദത്തിൻ്റെ തുക പറഞ്ഞാൽ ഇത്, 2 പദമാകുമ്പോൾ n-ന് 2 കൊടുക്കുക, 3 പദമാകുമ്പോൾ 3 കൊടുക്കുക. അപ്പോൾ 20 പദങ്ങളുടെ തുക പറഞ്ഞാൽ n-ന് 20 കൊടുക്കുക. 2 × 20, അതായത് 400 + 40 = 440 കിട്ടും. സംശയമൊന്നുമില്ലല്ലോ. 4ാമത്തെ ചോദ്യം ചിലപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും, ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. അത്രേ ഉണ്ടാവുള്ളൂ, പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ ഈ പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടാവില്ലേ, അപ്പോൾ 1 മാർക്കിന് 2 മാർക്കൊക്കെ ആ ചോദ്യമുള്ളൂ? ശരിക്കും 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ആ ചോദ്യം ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കുക എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൂവ് ചെയ്യാനുള്ള ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. സോ 1 മാർക്കിനാണോ 2 മാർക്കിനാണുള്ളത് നമുക്ക് അപ്പം നോക്കാം. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് കണ്ടിന്യൂസ് ടേം സ്റ്റാർട്ടിങ് ഫ്രം ദി ഫസ്റ്റ് of the sequence 3, 5, 7
എക്സെട്ര ആഡഡ് ടു 1 ഗീവ്സ് പെർഫെക്റ്റ് സ്ക്വയർ. അതായത് 3, 5, 7 എന്ന് സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ തുടർച്ചയായ പദങ്ങളുടെ തുകയോട് 1 കൂട്ടുമ്പോൾ, ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്, സാർ ഈ ചോദ്യം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്ക് ഇങ്ങനെയാണ്, അതായത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കണക്റ്റഡ് ആയിരിക്കും. ഒന്നാമത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കും രണ്ടാമത്തത്, അല്ലെങ്കിൽ ആ ചോദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് കണക്ഷൻ ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യമായിട്ട് കണക്ഷനുള്ള 3 ആയിട്ട് കണക്ഷനുള്ള 4. അപ്പോൾ ഈ നാലാമത്തേന് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യമായിട്ട് എന്ത് കണക്ഷനാണുള്ളത്? നോക്കൂ മക്കളെ, നമുക്കറിയാം ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടേം എത്രയാണ്? 3 ആണ്. ഇതിൻ്റെ പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു 2 ആണ്. അങ്ങനെയാണ് ശ്രേണി ഏതാ? ആദ്യ പദം 3, പൊതു വ്യത്യാസം 2, 3, 5, 7, 9. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനും ആ ശ്രേണിയും തമ്മിൽ റിലേറ്റഡ് ആണ്, രണ്ടും സെയിം ആണ്. തുകയുടെ ബീജഗണിത രീതി തന്നെടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ ശ്രേണി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഈസി അല്ലേ? ആ ശ്രേണി കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന ചോദ്യവും ശ്രേണിയും എന്താണ്? സെയിം ആണ്. അപ്പോൾ കണക്റ്റഡ് ആണ്. എപ്പോഴും ചോദ്യങ്ങൾ എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും തൊട്ട് മുകളിലത്തെ ചോദ്യങ്ങളിലേക്കൊന്നും എന്താക്കുക, കണ്ണു കൊണ്ടുപോകാം. ഓക്കെ ആണോ? യെസ്. അങ്ങനെ കുറേ ട്രിക്കുകളൊക്കെ നമ്മൾ പറഞ്ഞുതരും. അതൊക്കെ കേട്ട് നിങ്ങൾ എക്സാമിന് പോട്ടോ മക്കളെ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണം. നിങ്ങൾ അടിപൊളിയല്ലേ? നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടായതുകൊണ്ട്, അല്ലാത്തൊരു കുട്ടി ഇത് കാണാൻ വരില്ല. അപ്പോൾ ഇതുപോലെ മനസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. രസമല്ലേ? എന്താ അവസ്ഥ? നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നില്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താക്കുക, കമൻറ്റിൽ പറയാം കേട്ടോ. സോ അപ്പോൾ ഇതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ, n² + 2n കൂടെ 1 കൂട്ടിയാൽ, n² + 2n കൂടെ 1 കൂട്ടിയാൽ ഒരു പൂർണ്ണ വർഗ സംഖ്യ കിട്ടും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. മക്കളെ ഇത്രേ ഉള്ളൂ. നിങ്ങൾ പബ്ലിക് എക്സാമിൽ എഴുതുന്ന സമയത്ത്, അതായത് ഈ കാണുന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സ്റ്റെപ്പാണ് എഴുതേണ്ടത്. ശരിക്കും നിങ്ങൾക്ക് 4ാമത്തെ ചാപ്റ്റർ വർഗത്തികവ്, സ്ക്വയർ കംപ്ലീഷൻ കൃത്യമായിട്ട് പഠിച്ച കുട്ടിയാണെങ്കിൽ, ഇപ്പോൾ ആപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരീക്ഷൻ്റെയൊക്കെ ടൈമിലാണ്, അതായത് പബ്ലിക് എക്സാമിൻ്റെയൊക്കെ ടൈമിലാണ് കാണുമെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ആ കുട്ടികൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുണ്ടാവും. 2ൻ്റെ പകുതിയുടെ സ്ക്വയർ ആണ് 1 അല്ലേ? അങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഓണം എക്സാമിൻ്റെ ടൈമിലാണ് കാണുന്നതെങ്കിൽ ചില കുട്ടികൾ 4ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതെന്താണ്? a+b² ഫോർമാറ്റാണ്. a² + b² + 2ab. അതായത് n+1 സ്ക്വയർ ആണ്. n² + 2n + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? n+1 സ്ക്വയർ ആണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് എന്താക്കി, ഒരു സ്ക്വയർ ആക്കി എഴുതാൻ പറ്റി. ഒരു ടേമിനെ, ഒറ്റ ടേമിൻ്റെ ആക്കണം. n+1 എന്ന് പറഞ്ഞാൽ ഒറ്റ ടേമിനെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റി. ഇവിടെ ഇതിന് സ്ക്വയർ ഉണ്ട്, ഇതിനൊന്നും സ്ക്വയർ ഇല്ല. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് മൊത്തത്തിൽ ഒരു സ്ക്വയർ ആക്കി എഴുതാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അത് n+1² ആണ്. ട്രിക്ക് ഇത്രേ ഉള്ളൂ. ഇവിടെ ഏത് അക്ഷരം നോക്കുക? n. അതിവിടെ എഴുതാം. ഈ n-ൻ്റെ കൂടെ ഇത് n² ആണ്. n-ൻ്റെ കൂടെയുള്ള നമ്പർ എത്ര? +2 ആണ്. അതിൻ്റെ പകുതി എടുക്കുക. അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ n² + 10n + 25 ആണ് എങ്കിൽ നമുക്കറിയാം ഈ 10 എന്ന് പറയുന്ന നമ്പറിൻ്റെ പകുതി എത്രയാണ്? 5 ആണ്. ആ 5ൻ്റെ സ്ക്വയർ അല്ലേ ഇവിടെ ഉള്ളത്? അങ്ങനെ വരുന്ന ഏതിൻ്റെയും ആൻസർ എന്തായിരിക്കും അറിയോ? n ആണ്. n എഴുതുക, 10ൻ്റെ പകുതി എടുക്കുക. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇങ്ങനെ വരുന്ന ഏതിനെയും. ഇത് ശരിക്കും 4ാമത്തെ ചാപ്റ്ററിൽ സ്ക്വയർ കംപ്ലീഷൻ വർഗത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടാവും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ n² + 6n + 9 ആണെന്ന് വിചാരിച്ചോ. നമുക്കറിയാം 6ൻ്റെ പകുതിയുടെ സ്ക്വയർ ആണ് ഇവിടെ. അങ്ങനെ വരുന്ന ഏതിൻ്റെ ഉത്തരം എന്തായിരിക്കും? n+6ൻ്റെ പകുതി 3² ആയിരിക്കും. ഓക്കെ. ആ ഒരു ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2ൻ്റെ പകുതിയുടെ സ്ക്വയർ ആണ് 1. അതുകൊണ്ട് n എഴുതുക, 2ൻ്റെ പകുതി എഴുതുക, ആൻസറായി. അപ്പോൾ ഇതെന്തായി? ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യന് എന്തുകൊണ്ടാണ് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് എന്ന് മനസ്സിലായോ? നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, ഫുൾ മാർക്കാണ്. 4ാമത്തെ ചോദ്യത്തിൽ ഉത്തരം ഇത്ര എഴുതാനുള്ളൂ. ഹെൻസ് പ്രൂവ്ഡ്. ഒരു മനസ്സിന് സുഖത്തിന് ഹെൻസ് പ്രൂവ്ഡ്, അതിനാൽ തെളിയിക്കപ്പെട്ടു. ഈ 2 സ്റ്റെപ്പ് എഴുതേണ്ടേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ തെളിയിക്കാനുള്ള ചോദ്യം ഒന്നും അത്ര ടഫ് അല്ല കേട്ടോ. സോ ഇത് സിമിലർലി വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് കൂടി കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതേപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. What is the common difference of the arithmetic sequence x-1, x and x+1? x-1, x and x+1. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയൊക്കെ 1 ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. x കഴിഞ്ഞിട്ട് 1 കൂടുന്നു. -1 കഴിഞ്ഞിട്ട് 1 കൂടിയാൽ 0 കിട്ടും. സോ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. 1 മാർക്ക് എത്ര പെട്ടെന്നാലേ? വളരെ സിമ്പിൾ. ഇഫ് x-1 ഈസ് ആൻ ഈവൻ നമ്പർ വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ. x-1 ഒരു ഇരട്ടസംഖ്യ ആണെങ്കിൽ അടുത്ത ഇരട്ടസംഖ്യ എന്ത്? x-1 ഇരട്ടസംഖ്യ ആണെങ്കിൽ അടുത്ത ഇരട്ടസംഖ്യ അതിനോട് 2 കൂട്ടണം. ഓക്കെ. ഇരട്ടസംഖ്യ 2 കൂടി വരികയാണ്. ശരിക്കും ഈ ക്വസ്റ്റ്യൻ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് കൂടുതൽ കണക്ഷൻ. മക്കളെ 1ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും കണക്റ്റഡ് ആയിരിക്കും.
ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം എന്ന് തോന്നുമെങ്കിലും പ്രൂവ് ചെയ്യാനുള്ള 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നാലാമത്തെ ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്താൽ ഉണ്ടാവുക. പക്ഷേ ഞാൻ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിപ്പിച്ചതാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ x-1 ഈവൻ നമ്പർ ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ x-1 + 2, അതായത് x+1 ആയിരിക്കും. x+1 ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യം ഇതാണ്, പ്രൂവ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡഡ് ടു 1 ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകൾ. ഇപ്പോൾ ഒന്നാമത്തെ ഈവൻ നമ്പർ, ഫസ്റ്റ് ഈവൻ നമ്പർ എക്സ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അടുത്ത ഈവൻ നമ്പർ എന്തായിരിക്കും? സെക്കൻഡ് ഈവൻ എന്തായിരിക്കും? x+2 ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. അടുത്തടുത്ത 2 ഈവൻ നമ്പർ, അതിൻ്റെ ഗുണനഫലം, അതായത് ഇത് തമ്മിൽ ഗുണിക്കുക. അപ്പോൾ അത് തമ്മിൽ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? x × x+2. x × x+2. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു മാറ്റമില്ല. നോക്കൂ, x × x x² + x × 2 2x + 1. ഇതന്നല്ലേ നമ്മൾ തൊട്ടുമ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? n² + 2n + 1. ഇവിടെ ആകെ മാറ്റം, എന്നിൻ്റെ പകരം x വന്നു. x² + 2x + 1. എന്ത് രസമല്ലേ? അത് പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയ്ക്ക് വരാം, വേറെ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? x+1² എഴുതാം. ഹെൻസ് പ്രൂവ്ഡ്, തെളിയിക്കപ്പെട്ടു. ഇത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 മാർക്ക് ഉണ്ടാവും, കാരണം ഇത്ര ചെയ്യാണ്ടായതുകൊണ്ട്. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടും ചെയ്യാം. x-1 x+1. നമുക്കറിയാം a - b × a + b പറഞ്ഞാൽ എന്താ? a² + b². സോറി, a² - b². x² - 1² അല്ലേ? സോ അതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളത് കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞു കേട്ടോ. 2 ക്വസ്റ്റ്യൻസ് കിട്ടില്ല ക്വസ്റ്റ്യൻസ്, 2 ക്വസ്റ്റ്യൻ കൂടി പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഏകദേശം എത്ര മിനിറ്റ് ആയി നോക്കട്ടെ? 11 മിനിറ്റ് ആയി. ഒരു 15 മിനിറ്റോടെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾ ഇടുന്ന കമൻറ്റുകളാണ്. നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഞാനിപ്പോൾ പറഞ്ഞത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കുറച്ചൊരു ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, 4ാമത്തെ ചാപ്റ്റർ എത്തുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഈ വീഡിയോ ഒന്ന് കാണുക. സ്ക്വയർ കംപ്ലീഷൻ പഠിച്ചതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി എന്താവും പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ടൊക്കെ വരും. അസ്ത്ര ബാച്ചിലെ കുട്ടികൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, അവർക്ക് ഓൾറെഡി ആപ്പിൽ എടുത്തു കഴിഞ്ഞു, അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അല്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എക്സാം ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലൈവും കൂടി തരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വളരെ രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1. 1നേക്കാൾ കൂടുതലായിട്ടുള്ള ഒറ്റ സംഖ്യ ഇതാ. നമുക്കറിയാം 1നേക്കാൾ വലുതായിട്ടുള്ള ഒറ്റ സംഖ്യ 3, 5, 7, 9 ആണ്. സംശയമൊന്നുമില്ല. വാട്ട് ഈസ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദി സീക്വൻസ്? ഇതിൻ്റെ ബീജഗണിത രീതി. xn = dn + f - d. അതും സംശയമൊന്നുമില്ല. d എന്ന് പറഞ്ഞാൽ 2 ആണ്, f എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ dn എന്ന് പറഞ്ഞാൽ 2n + f - d 3 - 2, അതായത് 2n + 1 ആണ്. ഓക്കെ, 2n + 1 ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദി സീക്വൻസ്? ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ചോദ്യങ്ങൾ കണക്റ്റഡ് ആണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ ഉത്തരം നമുക്ക് കിട്ടി 357 ആണ്. അതിൻ്റെ ഓൾജിബ്രായിക് ഫോം അത് കണക്ട് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ 2 ചോദ്യം കണക്ട് ചെയ്തിട്ടാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ. ഈ കാണുന്നതിൻ്റെ ഓൾജിബ്രായിക് ഫോം ഓൾറെഡി 357 ആൻഡ് നമ്മൾ എഴുതി കഴിഞ്ഞു. അടിയിൽ ഫുള്ള് 6 ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ അടിയിൽ എന്തായിരിക്കും? 6 ആയിരിക്കും വരിക. അപ്പോൾ nth ടേമിൻ്റെ അടിയിൽ 6 വരാം. സോ 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ A കിട്ടി, B കിട്ടി, C ക്വസ്റ്റ്യൻ ആൻസർ ഇത്രേ ഉള്ളൂ. 2n + 1 എല്ലാത്തിൻ്റെ അടിയിൽ 6 ആണ്. 3ാമത്തെ ആൻസറായി. 4 മാർക്കൊക്കെ കിട്ടുന്ന വഴി നോക്കണം. ആകെ 3 സ്റ്റെപ്പ് ഉള്ളൂ. 1ാമത്തെ സ്റ്റെപ്പ്, 2ാമത്തെ സ്റ്റെപ്പ്, 3ാമത്തെ സ്റ്റെപ്പ്. 3 മാർക്ക് ഇപ്പം തന്നെ ആയി. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. പ്രൂവ് ദാറ്റ് ദി സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി നാച്ചുറൽ നമ്പർ. ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ എണ്ണൽ സംഖ്യയും ഉണ്ടാവില്ല എന്ന് പ്രൂവ് ചെയ്യണം. ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി മക്കളെ, ഇത്രേ ഉള്ളൂ. നമുക്കറിയാം മുകളിലുള്ള നമ്പറൊക്കെ ഒറ്റ സംഖ്യയല്ലേ? മുകളിലുള്ള നമ്പറുകളെല്ലാം ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പറാണ്. ഏതെങ്കിലും ഓഡ് നമ്പറിനെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് ഏതെങ്കിലും ഓഡ് നമ്പറിനെ, അതായത് ഏതെങ്കിലും ഒറ്റ സംഖ്യയെ നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. നമുക്ക് 6ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 6, 12, 18, 24, 30, 36, 42, 48, 54, 60 അങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റില്ല. നോ ഓഡ് നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് ബൈ 6, അല്ലെങ്കിൽ ഓഡ് നമ്പർ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 6. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഹെൻസ് പ്രൂവ്ഡ്. ഇത്ര എഴുതിയാൽ മതി. ഓഡ് നമ്പേഴ്സ് ആർ നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 6. അതായത് ഒറ്റ സംഖ്യകളൊന്നും തന്നെ 6ൻ്റെ ഗുണിതങ്ങളല്ല, അല്ലെങ്കിൽ 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒറ്റ എണ്ണൽ സംഖ്യ അതിലുണ്ടാവില്ല. കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അത് എണ്ണൽ സംഖ്യ ആയിട്ട് മാറുള്ളൂ.
ഇപ്പം 36/6 ചെയ്യുമ്പോൾ 6 കിട്ടും. സോ ഇതൊരു എണ്ണൽ സംഖ്യ. ഇതുപോലെ ഒറ്റ നമ്പറിനെ ഒറ്റ സംഖ്യ നമുക്ക് എന്താ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? എണ്ണൽ സംഖ്യ കിട്ടില്ല. അപ്പോൾ നമുക്ക് അത്ര ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി മാർക്ക് കിട്ടാൻ. മനസ്സിലായോ? അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ഈ സെയിം വേയിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ കാണിച്ചാൽ അതോടുകൂടി ഈ ടോപ്പിക് അവസാനിക്കും. 2024 പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. 2024 പബ്ലിക് എക്സാമിന് വന്ന, അതായത് തൊട്ട് മുമ്പത്തെ വർഷം നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ എക്സാമിന് തെളിയിക്കാൻ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഒരു ചോദ്യമുണ്ട്. നമ്മൾ ആപ്പ് ലൈവിലൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഇതേ ഫോർമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം വരുമോ എന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളൊന്നും വരില്ല. ചില കോൺസെപ്റ്റുകളൊക്കെ കുറച്ച് എന്താക്കാം വന്നേക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കോൺസെപ്റ്റാണ് നമ്മൾ കൃത്യമായി നിങ്ങളോട് പറയാറുണ്ട് എപ്പോഴും. പബ്ലിക് ലൈവും ആപ്പ് ലൈവും നമ്മളെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റുകളൊക്കെ ആപ്പ് ലൈവിൽ പഠിപ്പിക്കും. പബ്ലിക് ലൈവിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ മാത്രമായിരിക്കും. ഓക്കെ, സോ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു ഫുൾ A+ കാരാവും. മക്കളെ ശ്രദ്ധിച്ചോളൂ. കൺസിഡർ ദി അരിത്മെറ്റിക് സീക്വൻസ് 8, 14, 6, 20. ഒന്നാമത്തെ ചോദ്യം 25 ഇതിലെ പദമാണോ? ഒന്നാമത്തെ ചോദ്യം എന്താണ്? 25 ഇതിലെ പദമാണോ? ഞങ്ങൾക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 8, 6, 14, 14, 6, 20, 20, 6, 26 ആണ്. സംശയമൊന്നുമില്ലല്ലോ. 20, 6, 26 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 25 ഇതിൽ പദമാവില്ല. വളരെ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ശിഷ്ടമൊക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ സമയം വെറുതെ കളയണ്ട. ഏറ്റവും ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 25 എന്നല്ല പദമല്ല, 26 ആണ് പദം. അതുകൊണ്ട് 25 പദമല്ല എന്ന് എഴുതിയാൽ മതി. നോ, ബിക്കോസ് 26 ഈസ് ദ നെക്സ്റ്റ് ടേം. അത്ര എഴുതിയാൽ മതി. 26 ആണ് അടുത്ത പദം. അതുകൊണ്ട് 25 പദമല്ല. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലെ ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പദമാണോ ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ്. അത് നോക്കിയാൽ മതി. അത് 144 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇങ്ങനെ എഴുതി പോയാൽ തീരൂല. അപ്പോൾ 144 ഇതിലത്തെ പദമാണോ ചെക്ക് ചെയ്യാൻ 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി മെത്തേഡ് 1. മെത്തേഡ് 1 2 ഞാൻ പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പദം 8ഓ 14ഓ, രണ്ടാമത്താണ് ഏറ്റവും നല്ലത്. 14 ഞാൻ അതിൻ്റെ പൊതു വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6, 2, 6, 12, ശിഷ്ടം 2. അപ്പോൾ എനിക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ്? 2 ആണ്. അതേ മെത്തേഡിൽ ഞാൻ 144 ഡിവൈഡ് ചെയ്തു. 6, 2, 6, 12, 2, 4. എനിക്ക് കിട്ടിയ ശിഷ്ടം 0 ആണ്. 0. അപ്പോൾ നമുക്ക് മനസ്സിലായി 144 എന്തല്ല? പദമല്ല. കാരണം ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ റിമൈൻഡർ വെച്ചുകൊണ്ട്, അഥവാ ശിഷ്ടം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടും സെയിം ആവണം. ഇനി അല്ല, മെത്തേഡ് 2 നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പണിയില്ല. ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. xn - x1/d ചെയ്യുമ്പോൾ ശിഷ്ടം 0 കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതെന്താണ്? പദമാണ്, അല്ലെങ്കിൽ പദമല്ല. xn ആയിട്ട് നമ്മോട് ചോദിച്ച ചോദ്യം 144 മൈനസ് ആദ്യ പദം എന്ന് പറഞ്ഞാൽ 8 ബൈ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6. ഇത് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് പദമാണ്, അല്ലെങ്കിൽ അല്ല. 144 8 കുറച്ചാൽ 136. അതിന് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 136 6 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2, 6, 12, 1, 16 നമുക്ക് ഹരിക്കാൻ പറ്റില്ല. ശിഷ്ടം വരും. സോ ഇതെന്തല്ല? പദമല്ല. കാരണം ശിഷ്ടം എന്ത് വരണം? 0 വരണം. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞാൽ ശിഷ്ടം നിർബന്ധമായിട്ട് 0 ആവണം. ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം സെയിം ആവണം. ഇതാണ് 2 മെത്തേഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കണ്ടെത്താം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ ലെവലും ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ ഒറ്റ ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു മക്കളെ. ശ്രദ്ധിച്ചോളൂ. പ്രൂവ് ദാറ്റ് ദർ ആർ നോ പെർഫെക്റ്റ് സ്ക്വയർസ് ഇൻ ദി സീക്വൻസ്. ആക്ച്വലി ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഇതുപോലെ ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. 8, 14, 20 അതിനെ നമ്മൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം കിട്ടിയത് 2 ആണ്. ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചു. ശിഷ്ടം കിട്ടിയത് 2 ആണ്. സോ ഈ ക്വസ്റ്റ്യനായിട്ട് കണക്റ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. ശിഷ്ടം 2 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ശ്രേണിയിലെ ഏത് പദത്തെയും നമ്മൾ കോമൺ ഡിഫറൻസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 2 കിട്ടും. നമ്മളോട് പറഞ്ഞത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ, 7 സ്ക്വയർ. ഇങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ വരിക. അതായത് 1, 4, 9, 16, 25, 36, 49 എക്സെട്ര. ഇനി ഈ പദങ്ങളെ നിങ്ങളൊന്ന് അതിൻ്റെ 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് 1നെ 6 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം റിമൈൻഡർ 1 ആണ്. കാരണം 1നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 4നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പക്ഷേ ശിഷ്ടം 4. 9നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3 വരും. 16നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 4 വരും. 25നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരും. കാരണം 24 വരെ പോകുള്ളൂ.
ശിഷ്ടം 1. 36 ആകുമ്പോൾ 0. 49 ആകുമ്പോൾ 6 48 8 48 ശിഷ്ടം 1. അടുത്ത് 64. 64 ആകുമ്പോൾ 16 60 4. അത് കഴിഞ്ഞിട്ട് 81 78 3. അത് കഴിഞ്ഞ് 100. 100 ആകുമ്പോൾ 90 96 4. അതായത് നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ശിഷ്ടം നോക്കിയേ 1 0 3 4. ഈ 4 നമ്പറേ വരുള്ളൂ. പെർഫെക്റ്റ് സ്ക്വയറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചോദ്യം നിങ്ങൾ ചെയ്യേണ്ട രീതിയായിട്ട് ഞാൻ പറയുന്നത്. ഈസി ആയിട്ട് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഈ സ്റ്റെപ്പ് അങ്ങ് എഴുതിയാൽ മതി. ആദ്യം ഈ സ്റ്റെപ്പ് എഴുതുക. ഓക്കെ. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് ആർ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര എഴുതിയിട്ട് റിമൈൻഡേഴ്സ് ആർ 1 0 3 and 4 ഓൺലി. ഇത് മാത്രമേ വരുള്ളൂ. നമുക്ക് എത്ര കിട്ടേണ്ടത്? 2 ആണ് കിട്ടേണ്ടത്. 2 ഈസ് നോട്ട് പോസിബിൾ. സോ ഹെൻസ് പ്രൂവ്ഡ്. അതായത് ഈ കാണുന്ന പൂർണ്ണവർഗ്ഗങ്ങളെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടുന്നത് ഈ നമ്പറുകൾ മാത്രമാണ്. 2 അതിൽ വരില്ല. അതുകൊണ്ട് പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാവില്ല, പൂർണ്ണവർഗ്ഗങ്ങൾ ഉണ്ടാവില്ല. ഇത്ര എഴുതി വെച്ചാൽ ഫുൾ മാർക്കാണ് മക്കളെ. ഈ രീതിയിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. എപ്പോഴും നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നതാണ്. സോ ഇന്നത്തെ ഈ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീപ്പൊരിയായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതെന്തായാലും പറയാൻ മടിക്കരുത്. നിങ്ങളെയൊക്കെ പഠിപ്പിയാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. സോ എൻ്റെ പേരറിയാത്ത ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാം, പൊതുവേ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാനിത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളത് പഠിപ്പിയായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ റസായിൽ ലേണിംഗ്. ബൈ.